UDF-ന് NSS-ഉമായി പ്രശ്നങ്ങളില്ലെന്ന PMA സലാം. NSS-ഉമായി സൗഹൃദം എപ്പോഴുമുണ്ട്, പുതുക്കേണ്ട ആവശ്യമില്ലെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. LDF-ന്റെ പുറത്ത് ഈ ഒരു കാര്യങ്ങളിൽ പല സംഘടനകൾ വീണ് പോകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് NSS ഒക്കെ ഇപ്പോൾ LDF അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ചർച്ചയായോ? NSS ഒന്നും LDF അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നത് ശരിയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു, ഞങ്ങളിപ്പോഴും സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ലീഗിനുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ UDF മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം. NSS-ഉമായി UDF-ന് ഒരു പ്രശ്നമില്ലല്ലോ. ആരാ പ്രശ്നം എന്ന് പറഞ്ഞത്? കാലാകാലങ്ങളിൽ ഇത്തരം സംഘടനകളെ അവരെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുമായി UDF അതിൻ്റെ നേതാക്കന്മാരും സഹകരിക്കാറുണ്ട്. ആ സഹകരണം തുടരുക തന്നെ ചെയ്യും. UDF ഒരുമിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് വേറെ, ലീഗ് വേറെ, മറ്റു ഘടകകക്ഷികൾ വേറെ എന്ന ചിന്തയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കും. അല്ല, ഈ തർക്കം പരിഹരിക്കാൻ ഒരു നീക്കം ലീഗിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് കണ്ടിട്ടില്ല. അത് ഇനി തുടരുമോ എന്നുള്ളതാണ്. ആരുമായിട്ട് തർക്കം? കോൺഗ്രസും അതോടൊപ്പം തന്നെ NSS-ഉമായി ബന്ധപ്പെട്ടുള്ള ആരാ പറഞ്ഞത് തർക്കം ഉണ്ടല്ലോ? അങ്ങനെ തർക്കമില്ല. ഇടതുപക്ഷം ഗവൺമെന്റ് വിളിച്ചു കൂട്ടിയ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS ജനറൽ സെക്രട്ടറി പങ്കെടുത്തു. അതൊരു കോൺഗ്രസുമായുള്ള തർക്കമാണ്, UDF-ഉമായുള്ള തർക്കമാണ്. അത് സ്വാഭാവികമായി ആ ഒരു വിഷയത്തിൽ മാത്രമുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. UDF-ൽ പ്രശ്നമുണ്ടാകുമ്പോൾ മധ്യസ്ഥനായി മുസ്ലിം ഇറങ്ങാറുണ്ട്. ഇപ്പൊ പ്രശ്നമില്ല, പിന്നെ തന്നെ ഇറങ്ങുന്നത്. ഇല്ല, അത് താരമായി ഒരു അബദ്ധം പറ്റിയത് ഞങ്ങൾ പിൻവലിച്ചല്ലോ. വികസന സ്ഥലത്തുമായി സഹകരിക്കേണ്ടതില്ല എന്ന് UDF-ന്റെ തീരുമാനമാണ്. ആ UDF-ലെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. UDF-ന് അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് വേറെ അഭിപ്രായമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20 തീരദേശ ജില്ലകളാണ് മലപ്പുറം ജില്ലയിൽ. അതിനോട് എന്താണ് മുസ്ലിം ലീഗിന്റെ? അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗ് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലരും പലയിടത്തും ഇതിനൊരു തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലേ മുസ്ലിം ലീഗ് തീരുമാനിക്കുള്ളൂ. ഇപ്പൊ മുസ്ലിം ലീഗ് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഈ SIR കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ മന്ത്രി റിയാസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത്? എല്ലാ കേരളത്തിലെ BJP അല്ലാത്ത എല്ലാ ഘടകകക്ഷികളും അഭിപ്രായത്തിൽ ഒറ്റക്കെട്ടാണല്ലോ. കേരള നിയമസഭ ഏകകണ്ഠമായി എല്ലാവരും സംബന്ധിച്ച് പ്രമേയം പാസാക്കിയാൽ പിന്നെ അതിനെന്താ സംശയം? ഞങ്ങൾ UDF തലത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കും. UDF യോഗ ജില്ലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. UDF-ന്റെ യോഗം ഒക്കെ ചെയ്യും. അത്തരം തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും അതിൻ്റെ കാര്യങ്ങളും അത് സജീവമാക്കുന്നതിനുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. 15-ന് മുമ്പായിട്ട് പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പോയി ഒക്ടോബർ 1 നവംബർ മാസത്തിൽ ഇലക്ഷൻ അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടക്കും. ഒരു മാസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് യോഗം നടത്തിയത്. ആ അതിൻ്റെ മാത്രം വെച്ചുകൊണ്ടാണ് ഇന്ന് യോഗം ചേർന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ ജില്ലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുകയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഓരോ ജില്ലകളിലേക്കും നിരീക്ഷകന്മാരുള്ള പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജില്ലകളിൽ യോഗം ചേർന്ന് മണ്ഡലം തല പാർലമെന്ററി ബോർഡും മണ്ഡലങ്ങളിൽ യോഗം ചേർന്ന് മുനിസിപ്പൽ പഞ്ചായത്ത് തല പാർലമെന്ററി ബോർഡും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രക്രിയകളൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനും UDF-ന് മുൻതൂക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിലെത്തിക്കാനും ശ്രമിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടാണ് യോഗം ചെയ്യുന്നത്. സ്ഥിരമായി മത്സരിക്കുന്നവർ വീണ്ടും മത്സരിക്കുക, അത്തരം ധാരണകളൊക്കെ ആയിട്ടുണ്ട്. ആ തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ല. നറുക്കെടുപ്പ് 8, 9, 10 തീയതികളിലാണ്. ആ നറുക്കെടുപ്പോടുകൂടി കാര്യങ്ങൾ ചിത്രം വ്യക്തമാക്കും ഓരോ വാർഡുകളിലെയും. അതോടനുബന്ധിച്ച് പാർട്ടിയുടെ ഇത്തരം തീരുമാനങ്ങളും പുറത്തുവരും. UDF-ന് പ്രതികൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ശരിയല്ല. UDF-ന് ഇത്രയും അനുകൂലമായ സാഹചര്യം എവിടെ ഉണ്ടായിട്ടുള്ളത്? കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നിങ്ങൾ കണ്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ കണ്ടില്ല. LDF-ന്റെ പല സീറ്റുകളും ഞങ്ങൾ പിടിച്ചെടുക്കുക ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ്. വലിയ ഭൂരിപക്ഷത്തിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
UDF ജയിച്ചത്. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കൂടുതൽ LDF-നെതിരായ ജനവികാരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് LDF തന്നെയാണ്. അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയ കാര്യങ്ങളും വികസന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ജാതീയതയും വർഗീയതയും പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്.